പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സന്തുഷ്ടചിത്തനായ രഘുവര തിലകനോട് വീണ്ടും തുടർന്നു. പ്രഭോ, സജീവസത്തമനായ ഹനുമാൻ അവിടുത്തെ വർത്തമാനം അരണ്യത്തിൽ വരുവാനുള്ള ഹേതു അനുജനോടൊന്നിച്ച് വനത്തിൽ വസിക്കുമ്പോൾ അവിടുത്തെ ധർമ്മപത്നിയെ വിദേഹ മഹാരാജപുത്രി ജാനകീദേവിയെ നിങ്ങൾ വേർപെട്ടിരിക്കുന്ന സമയത്തിൽ അരക്കൻ കൊണ്ടുപോയത്, രുദ്രശ്രേഷ്ഠനായ ജടായു തടുത്തപ്പോൾ കൊന്നത് തുടങ്ങിയവ പറഞ്ഞു കഴിഞ്ഞു. നഷ്ടപ്പെട്ട ശ്രുതിയെ വീണ്ടും കൊണ്ടുവരുന്നത് പോലെ അവിടുത്തെ സഹധർമ്മിണിയെ പാതാളത്തിലോ ആകാശത്തിലോ ഇരിക്കുന്നവൾ ആണെങ്കിലും കൊണ്ടുവരും. എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഇന്ദ്രനോടൊത്ത് ദേവാസുരന്മാർ ഒന്നിച്ചാലും ദഹിക്കാത്ത ദേവിയാണ് അവിടുത്തെ പത്നി സീതാദേവി. കാകോള വിഷം പാനം ചെയ്ത ആൾ എത്ര കാലം ഊർജ്ജസ്വലതയിൽ ഇരിക്കും? പ്രഭോ, ഞാൻ ഓർക്കുന്നു, ദേവിയെ ക്രൂരനായൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ രാമ, ലക്ഷ്മണ എന്ന ആർത്ത് വിലപിച്ചിരുന്നത്. രാവണന്റെ മടിയിൽ കിടന്ന് പെൺസർപ്പം പോലെ പിടയുന്ന ആ സ്ത്രീയെ ഈ പർവ്വത പാർശ്വത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ കണ്ടു. 4 പേരൊന്നിച്ചിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ തിരുവാഭരണങ്ങൾ ഉത്തരീയത്തോടുകൂടി കീഴ്പോട്ടിട്ടു. അവയെല്ലാം ഞങ്ങളെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രഭോ, ഞാൻ എടുത്തുകൊണ്ടുവരാം. അത് നോക്കിയാൽ അവിടത്തേക്ക് അറിയാമല്ലോ. സുഹൃത്ശ്രേഷ്ഠനായ സുഗ്രീവ, എന്തിനാണ് താമസിക്കുന്നത്? അതിവേഗം കൊണ്ടുവരൂ. ശ്രീരാമദേവന്റെ നിർദ്ദേശം കേട്ട വാനരാധിപൻ ആ അദ്രിയിലെ ഏറ്റവും ദുർഗമമായ ഗുഹയിൽ ഇറങ്ങി ഉത്തരീയത്തിൽ പൊതിഞ്ഞിരിക്കുന്ന തിരുവാഭരണങ്ങൾ കൊണ്ടുവന്ന് പ്രഭോ, തൃക്കൺ പാർത്താലും ആഭരണങ്ങളും വസ്ത്രവും വാങ്ങിയ ശ്രീരാമചന്ദ്രന്റെ മുഖം അശ്രുകലുഷ്യമായി. മഞ്ഞു തട്ടിയ തണ്ടാർ പോലെ ശോഭയറ്റു. ഹാ പ്രിയേ സീതേ! ദേവൻ ദുഃഖാധിക്യത്താൽ വെറും മണ്ണിൽ പതിച്ചു. പണ്ടങ്ങൾ മാറോട് അണച്ചു. മാളത്തിൽ കിടക്കുന്ന ക്രുദ്ധ സർപ്പം പോലെ ചീറി. ധാരധാരയായി കണ്ണീർ വാർത്തു. സമീപത്തിൽ അഗ്രജ വ്യസനം കണ്ട് ഏറ്റവും വിഷമത്തോടിരിക്കുന്ന ലക്ഷ്മണനെ തൃക്കൺ പാർത്ത് ദീനദീനം വിലപിക്കാൻ തുടങ്ങി. ലക്ഷ്മണ, നോക്കൂ, വൈദേഹിയെ കൊണ്ടുപോകുമ്പോൾ ഭൂമിയിലേക്കിട്ട ഉത്തരീയവും ആഭരണങ്ങളും പച്ചപ്പുൽ നിറഞ്ഞ സ്ഥലത്താകണം ഇവ വീണത്. അല്പമെങ്കിലും കേട് ഇവയ്ക്ക് പറ്റിയിട്ടില്ല. അഗ്രജന്റെ ആജ്ഞയനുസരിച്ച് കുമാരൻ ആഭരണങ്ങൾ ഓരോന്നും സസൂക്ഷ്മം നോക്കി സവിനയം ഉണർത്തി. പ്രഭോ, ഇതാ ഈ തോൾവളകൾ ആരുടെ ആണെന്നോ ഏതാണെന്നോ എനിക്ക് നിശ്ചയമില്ല. ഈ കർണാഭരണങ്ങൾ ഇന്ന് ആദ്യമായാണ് ഞാൻ കാണുന്നത്. എന്നാൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ തിരുവാഭരണവും ഇതിലുണ്ട്. ഈ ചിലങ്കകൾ ദേവിയുടെയാണ്, സംശയമില്ല. പ്രതിദിനം ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന എനിക്ക് സുപരിചിതങ്ങളാണ് പാദാഭരണങ്ങൾ. വ്യഥാധിക്യത്താൽ തന്നെത്താൻ മറന്ന പോലെ ശ്രീരാമൻ തുടർന്നു. സഖേ സുഗ്രീവ, ഭയങ്കര സ്വരൂപിയായ രാക്ഷസൻ എൻ്റെ പ്രിയതമയെ എങ്ങോട്ട് കൊണ്ടുപോയി? എനിക്ക് ഇത്രമാത്രം അനർത്ഥമേകിയ അസുരൻ എവിടെയാണ് വസിക്കുന്നത്? ആ ഒരു രാക്ഷസൻ കാരണം ആ വംശം തന്നെ ഞാൻ മുടിക്കും. മൃത്യുദേവന് യഥേഷ്ടം പ്രവേശിക്കുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ആ അരക്കൻ ചെയ്തത്. എൻ്റെ ആത്മനാഥയെ ജനസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുപോയവൻ ആരാണെന്ന് പറയൂ. ആജന്മശത്രുവായി തീർന്ന അവനെ അന്തകസവിധത്തിലേക്ക് ഉടനടി ഞാൻ അയക്കുകയായി. ദേവദേവന്റെ ദീനവാക്കുകൾ കേട്ടപ്പോൾ സുഗ്രീവന്റെ കണ്ണുകളിൽ ധാരധാരയായി കണ്ണീരൊഴുകി. ശിരസിൽ കൈകൂപ്പി തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, മഹാപ്രഭോ, ആ ദുഷ്ടരാക്ഷസന്റെ വംശമോ വിക്രമമോ വീര്യമോ രഹസ്യവാസസ്ഥാനമോ അറിയില്ല. എന്നാൽ ഞാനിതാ അവിടുത്തെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യുന്നു, സീതാലബ്ധിക്ക് വേണ്ടി ഞാൻ യജ്ഞിക്കും. രാവണനെ സകുടുംബം നിഗ്രഹിച്ച് ദേവിയെ കൊണ്ടുവന്ന് അവിടുത്തെ സന്തുഷ്ടനാക്കും. പ്രഭോ, ഇത്തരത്തിലുള്ള ദുഃഖഭാവം അവിടുത്തെ പോലെയുള്ളവർക്ക് യോജിച്ചതല്ല. മനസ്സ് ശാന്തമാക്കൂ. പത്നിയെ ശത്രുവായൊരുവൻ അപഹരിച്ചാൽ സങ്കടം എത്രമാത്രം ഉണ്ടാകുമെന്ന് തികച്ചും എനിക്കറിയാം. പക്ഷേ ധൈര്യം വിട്ട് ഞാൻ ഇങ്ങനെ ദുഃഖിക്കുന്നില്ലല്ലോ. ഞാനൊരു നിസാരനായ വാനരൻ. എന്നിട്ടും പത്നിയെക്കുറിച്ച് ഇത്രമാത്രം വിഷമം പുറത്തേക്ക് കാണിക്കുന്നില്ല. ഹൃദയത്തിൽ അസഹ്യമായ കൊടുങ്കാറ്റും കോളിളക്കവും ഉണ്ട്. അമേയവിഘ്നനായ അവിടുന്ന് ഇങ്ങനെ അധീരനാവുകയോ? ധീരത കൈവരിച്ച് കണ്ണീർ ഒതുക്കണേ. സാത്വികന്മാർക്കു മാത്രം സ്വായത്തമായ ഘനഗാംഭീര്യങ്ങളെ ഉപേക്ഷിക്കുകയോ? ആപത്തിൽ, ധനനാശത്തിൽ, ജീവൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ധീരോദാത്ത ഹൃദയൻ തളരുക പതിവില്ലല്ലോ. എപ്പോഴും വല്ലായ്മ എഴുന്ന മൂടൻ ദുഃഖസാഗരത്തിൽ മുങ്ങും. ഭാരമേറ്റിയ വഞ്ചി ഓളം തട്ടിയാൽ ആടുകയേ ഉള്ളൂ. പ്രഭോ, അവിടത്തോടുള്ള സഖ്യത്തെ മുൻനിർത്തി അപേക്ഷിക്കുന്നു, പ്രസാദിപ്പിക്കുന്നു. പൗരുഷം വീണ്ടെടുക്കണേ. ദുഃഖത്തിന് ഇടം കൊടുക്കരുതേ. വ്യസനത്തെ പിന്തുടരുന്നവന് സുഖം ഒരിക്കലും കൈവരുന്നതല്ല. തേജസ് നശിക്കും. അതുകൊണ്ട് അവിടുന്ന് അഴൽപ്പെടരുത്.
ദുഃഖത്തിന് കീഴ് ഒതുങ്ങിയവന് ജീവിതമാകെ തകരും. മഹാരാജാവെ, ദുഃഖമൊതുക്കൂ, ധൈര്യം കൈക്കൊള്ളൂ. നിസാരനാണെങ്കിലും കുരങ്ങനാണെങ്കിലും എന്നെ സുഹൃത്തായി സ്വീകരിച്ചതിനാൽ ഇത്രയും പറഞ്ഞതാണ്. അവിടുത്തെ ഉപദേശിക്കുകയല്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. എൻ്റെ മൈത്രിയെ വിചാരിച്ച് കരുണ കാണിക്കണേ, ഉൾക്കരുത്ത് സമ്പാദിക്കണേ, ദുഃഖിക്കരുതേ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.